ചേർത്തലയിൽ കനത്ത മഴയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴ വരെ ഒന്ന് പോകാമല്ലേ? ഷാജഹാൻ റെഡി ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും മഴയാണ്, മഴ സർവത്ര മഴയാണെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ചേർത്തലയിലൊക്കെ ശക്തമായ മഴയായിരുന്നു എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ഇത് പങ്കുവെച്ചതേ ഉള്ളൂ. എന്താണ് ആലപ്പുഴയിലെ മഴ വിശേഷങ്ങൾ? സിന്ധൂരി, ഇന്നലെ എനിക്ക് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ പുലർച്ചെ മുതൽ മഴയുണ്ട്. പക്ഷേ എങ്കിലും ശക്തമായ മഴ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അനുഭവപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാർത്തികപ്പള്ളി താലൂക്കിലാണ്. ചേർത്തലയെക്കാട്ടിയും കൂടുതൽ മഴ കാർത്തികപ്പള്ളിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കുട്ടനാടൻ മേഖലയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ വഴി കടലിലേക്ക് ജലം ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും പഴയ പോലെ പൂർണ്ണമായ തോതിൽ കടലിലേക്ക് ജലം ഒഴുകിപ്പോകാത്ത ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ചില താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പമ്പയാറിൻ്റെ ഇരുകരകളിലുമൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നു വരുന്നു എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ സ്ഥിതി തുടർന്നാൽ ഇന്നുകൂടെ ഈ ഓറഞ്ച് അലർട്ട് ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. പക്ഷേ കുട്ടനാടും അതോടൊപ്പം തന്നെ മറ്റു താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പുണ്ട്. അതുമാത്രമല്ല, ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ ഇരുകരകളിലും ഹൈവേ സൈഡുകളിലൊക്കെ താമസിക്കുന്ന നിരവധി വീടുകളിൽ ആലപ്പുഴ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വീടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിലായി. കൊമ്മാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങുന്ന കൊമ്മാടിയുടെ സമീപ പ്രദേശങ്ങളുള്ള വീടുകളിൽ പൂർണ്ണമായിട്ടും വീടിനുള്ളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ എംപിയും MLAയും ഒക്കെ തന്നെ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും പരിഹാരമൊന്നും ആകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാണകളും ഓടകളുമൊക്കെ നേരത്തെ തന്നെ വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ആലപ്പുഴ നഗരത്തിലുള്ളത്. ആലപ്പുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ അധികമായിട്ട് കുട്ടനാടൻ പ്രദേശങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് നല്ല രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അവിടെ എങ്ങനെയായിരുന്നു? അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി മുൻകാലങ്ങളിലൊക്കെ തന്നെ കാലവർഷത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ മഴ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തോട്ടപ്പള്ളി പൊഴിമുഖം തുറക്കുന്നതടക്കമുള്ള നടപടികൾ നേരത്തെ നടത്തുമായിരുന്നു. പക്ഷേ ഇതുവരെയും പൂർണ്ണമായ തോതിലേക്ക് അത് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന കാലതാമസങ്ങളും അതിനുശേഷം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഒക്കെ തന്നെ ഇത്തരം പ്രവർത്തികളൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും ആലപ്പുഴ നഗരസഭയാണെങ്കിലും മറ്റ് പഞ്ചായത്തുകളാണെങ്കിലും ഒക്കെ തന്നെ കാര്യമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്ന കാര്യം. അതിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കാര്യം. പല സ്ഥലങ്ങളും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. നേരിയ തോതിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം രൂപപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ വന്ന അപാകതകൾ തന്നെയാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നതോടെ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ കുട്ടനാടടക്കം സംഭവിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാര്യം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ ജലനിരപ്പ് വരുന്നുണ്ട്. അവിടെ ജീവിതമൊക്കെ തന്നെ ദുസ്സഹമാവും. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യാമ്പുകളിലൊക്കെ വരേണ്ട ഒരു കൊടയൊക്കെ പറന്നു പോകുന്നുണ്ട്. അവിടെ നല്ല മഴയാണ്, കാറ്റാണെന്ന് മനസ്സിലായി. ഇപ്പൊ തന്നെ ഷാജഹാന്റെ കൊടയൊക്കെ പറന്നു പോകുന്നുണ്ട്. അപ്പൊ സുരക്ഷിതമായിരിക്കുക. ഞാൻ ഇനിയും നല്ല മഴയുണ്ട്. അല്പം ഇപ്പോൾ ഒന്ന് നേരിയ തോതിൽ തോർന്നു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് നമുക്ക് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്.